ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിൽ നിന്ന് പൂർണ്ണമായ ഇലക്ട്രോലൈറ്റുകൾ നീക്കം ചെയ്യാനും റീഫിൽ ചെയ്യാനും ഈ സെഷനിൽ നമ്മൾ പഠിക്കും. ഈ സെഷന്റെ അവസാനം ബാറ്ററി പരിപാലനത്തിന്റെ പ്രാധാന്യം വിവരിക്കാനും ഇലക്ട്രോലൈറ്റിന്റെ അളവും ചാർജ് സ്റ്റോറേജ് കപ്പാസിറ്റിയും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കാനും ബാറ്ററിയിലെ ഇലക്ട്രോലൈറ്റ് കളയുന്നതിനും റീഫിൽ ചെയ്യുന്നതിനുമുള്ള ഘട്ടങ്ങൾ വിവരിക്കാനും നിങ്ങൾക്ക് കഴിയും. ഒരു വെയർഹൌസ് വിജയകരമായി പ്രവർത്തിപ്പിക്കുന്നതിലെ നിർണായക ഘടകങ്ങളിലൊന്ന് ബാറ്ററികളുടെ ശരിയായ പരിപാലനവും കാര്യക്ഷമവും സുരക്ഷിതവുമായി ഇവ സൂക്ഷിക്കണം. ബാറ്ററി പരിപാലനത്തിലുള്ള ഉചിതമായ നടപടിക്രമം പലപ്പോഴും അവഗണിക്കപ്പെടുന്നു. സമയം ലാഭിക്കുന്നതിനും ബാറ്ററിയുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങളുടെ ഉപകരണങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടി വരുമ്പോൾ ശരിയായ ക്രമത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല, ബാറ്ററി അറ്റകുറ്റപ്പണിക്ക് ഉചിതമായ നടപടിക്രമം സ്ഥാപിക്കുന്നത് ഉൽപാദനപരവും സുരക്ഷിതവുമായ തൊഴിലന്തരീക്ഷം നിലനിർത്തുന്നതിന്റെ ഒരു പ്രധാന ഭാഗമാണ്. ചാർട്ടുകളും മെയിന്റനൻസ് ഷെഡ്യൂളുകളും ബാറ്ററികൾക്ക് ഉചിതമായ അറ്റകുറ്റപ്പണികൾ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാനുള്ള നല്ല മാർഗമാണ്. ബാറ്ററികളിലെ പൊതുവായ തകരാറുകളെ കുറിച്ച് പരിശോധിക്കാം. പോസിറ്റീവ്, നെഗറ്റീവ് പ്ലേറ്റുകൾക്കിടയിലുള്ള സെപ്പറേറ്ററിന്റെ തകരാർ, ഷോർട്ട് സർക്യൂട്ട് സെല്ലുകൾ അല്ലെങ്കിൽ പ്ലേറ്റുകൾക്ക് താഴെയുള്ള ഷെഡ് പ്ലേറ്റ് മെറ്റീരിയലിന്റെ ബിൽഡപ്പ്, ദീർഘനാളത്തെ ഉപയോഗത്തിന് ശേഷം സൾഫേഷൻ കുറവാകുക, അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകളുടെ ചാർജ് നില നാശം അല്ലെങ്കിൽ കേടുപാടുകൾ, ആന്തരിക കണക്ഷനുകൾ തകർന്നത്, ദ്രവിക്കലും വൈബ്രേഷനും കാരണം തകർന്ന പ്ലേറ്റുകൾ, ബാറ്ററി കേസിന് കേടുപാടുകൾ, കുറഞ്ഞ ഇലക്ട്രോലൈറ്റ് നില ഒക്കെ ഇതിന് കാരണമാകും. അടുത്ത വിഭാഗത്തിൽ ഇലക്ട്രോലൈറ്റിന്റെ അളവും ചാർജ് സംഭരണ ശേഷിയും തമ്മിലുള്ള ബന്ധം പരിശോധിക്കാം. ഒരു ബാറ്ററിക്ക് സംഭരിക്കാൻ കഴിയുന്ന മൊത്തം വൈദ്യുതിയുടെ അളവാണ് ചാർജ് സംഭരണ ശേഷി. ലിഥിയം ബാറ്ററി സംഭരണശേഷി mAh അല്ലെങ്കിൽ മില്ലി ആംപ് അവർ റേറ്റിംഗിൽ വിവരിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കാം. ലെഡ് ആസിഡ് ബാറ്ററിയുടെ കാര്യത്തിൽ ഇത് AMP അവർ ആണ്. ഈ ചാർജ് സംഭരണ ശേഷി ഇലക്ട്രോലൈറ്റിന്റെ അളവ് അല്ലെങ്കിൽ സജീവ പദാർത്ഥം, പ്ലേറ്റിന്റെ വലിപ്പം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. ഇലക്ട്രോലൈറ്റ് വെള്ളവും സൾഫ്യൂറിക് ആസിഡും ചേർന്നതാണ്. രാസപ്രവർത്തനങ്ങൾ, ചാർജിംഗ്, ഡിസ്ചാർജ് എന്നിവ സുഗമമാക്കുന്നതിന് ഉചിതമായ ഇലക്ട്രോലൈറ്റ് അളവ് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അപര്യാപ്തമായ ഇലക്ട്രോലൈറ്റ് ബാറ്ററിയുടെ പ്രകടനം കുറയ്ക്കുകയും ബാറ്ററി സൾഫേഷന് കാരണമാകുകയും ചെയ്യുന്നു. ലെഡ് ആസിഡ് ബാറ്ററിയിൽ നിന്ന് ഇലക്ട്രോലൈറ്റ് നീക്കം ചെയ്യാനും വീണ്ടും നിറയ്ക്കാനുമുള്ള നടപടിക്രമം. ഇനി പറയുന്ന എല്ലാ ഉപകരണങ്ങളും ഉണ്ടെന്ന് ഉറപ്പാക്കുക. റബ്ബർ, സൈഫോൺ, ഗ്ലാസ് ബീക്കർ, ഫണൽ, നേർപ്പിച്ച സൾഫ്യൂറിക് ആസിഡ്, ലെഡ് ആസിഡ് ബാറ്ററി, മണിക്കൂറിൽ 12 വോട്ട് 100 ആംപിയർ/അവർ എന്നിവ. കയ്യുറകൾ ധരിക്കുക. റബ്ബർ സൈഫോൺ ഉപയോഗിച്ച് ഉയർന്ന തലത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ബാറ്ററിയിലെ ഇലക്ട്രോലൈറ്റ് ഗ്ലാസ് ബീക്കറിലേക്കും താഴത്തെ നിലയിലുള്ള ഗ്ലാസ് ബീക്കറിലേക്കും കളയുക. ശൂന്യമാക്കിയ ശേഷം ഏതെങ്കിലും ക്ലീനിംഗ് ആവശ്യകതകൾക്കായി ആനോഡുകളും കാഥോഡുകളും പരിശോധിക്കുക. ലൈറ്റ് ഗ്രേഡ് എമറി ഷീറ്റുകൾ ഉപയോഗിക്കുക. ഇലക്ട്രോഡുകൾ സ്ക്രബ് ചെയ്യുക, അവ വീണ്ടും ചേർക്കുക. ഒരു ഫണൽ ഉപയോഗിച്ച് ഇലക്ട്രോഡുകൾ പൂർണ്ണമായി മുങ്ങുന്നതുവരെ നേർപ്പിച്ച സൾഫ്യൂറിക് ആസിഡ് ബാറ്ററിക്കുള്ളിൽ ഒഴിക്കുക. സാന്ദ്രത പരിശോധിക്കുക. സാന്ദ്രത കൂടുതലാണെങ്കിൽ ശരിയായ നിർദ്ദിഷ്ട ഗുരുത്വാകർഷണം ലഭിക്കുന്നതിന് ഡിസ്റ്റിൽഡ് വാട്ടർ ചേർക്കുക. അവസാനമായി നിങ്ങളുടെ നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തുക. ബാറ്ററി അറ്റകുറ്റപ്പണികളിലും മറ്റും പ്രവർത്തിക്കുന്ന എല്ലാവരും ആദ്യം ശരിയായ ലിഫ്റ്റിംഗ്, ഹാൻഡ്ലിംഗ് നടപടിക്രമങ്ങളിൽ പരിശീലനം നേടിയിരിക്കണം. കൂടാതെ സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം നിലനിർത്തുന്നതിന് ഉചിതമായ ബാറ്ററി കൈകാര്യം ചെയ്യൽ നടപടിക്രമങ്ങളെക്കുറിച്ച് തൊഴിലാളികളെ പതിവായി ഓർമ്മിപ്പിക്കുകയും വേണം.
ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിൽ നിന്ന് പൂർണ്ണമായ ഇലക്ട്രോലൈറ്റ് നീക്കം ചെയ്യുക, റീഫിൽ ചെയ്യുക എന്ന വിഷയം ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ബാറ്ററി പരിപാലനത്തിൻ്റെ പ്രാധാന്യം വിവരിക്കാനും ഇലക്ട്രോലൈറ്റിൻ്റെ അളവും ചാർജ് സംഭരണശേഷിയും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കാനും ബാറ്ററിയിൽ ഇലക്ട്രോലൈറ്റ് കളയുന്നതിനും റീഫിൽ ചെയ്യുന്നതിനുമുള്ള ഘട്ടങ്ങൾ വിവരിക്കാനും കഴിയുമല്ലോ.